സോ ഈ ഒരു ടോപ്പിക്ക് ഓൾ കേരള ആൻഡ്രൂ ടേറ്റ് ഫാൻസിനുള്ളതാണ്. ആൻഡ്രൂ ടേറ്റ് മിസോജിനിസ്റ്റ് ഓഫ് ദ ഡെക്കേഡ്. എല്ലാ ആൾക്കാരും ഇന്നസെന്റ് അണ്ടിൽ പ്രൂവൺ ഗിൽറ്റിയാണ്. ഒരു മില്യനെയറിന്റെ ലൈഫ് ഈസി അല്ല. സോ ഓൾ കേരള ആൻഡ്രൂ ടേറ്റ് ഫാൻസിനുള്ള ടോപ്പിക്കാണ് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക്. സോ ഈ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ലാസ്റ്റിൻ്റെ ഒരു ഏകദേശം 7-8 ദിവസം മുമ്പാണ് ഈ ഒരു നമ്മുടെ ടേറ്റ് ബ്രദേഴ്സിനെ നമ്മൾ മയാമിയിൽ നിന്ന് അവർ യു എസ് വിസിറ്റ് അല്ലെങ്കിൽ യു എസിൽ അവരുണ്ടായിരുന്നു. ഒരു എന്തോ ഫൈറ്റിൻ്റെ പ്രൊമോഷന് വേണ്ടി വന്നായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മുടെ യു എസ് മറൈൻ ടീമും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ UK എല്ലാ ടീമുകളും കൂടി ബേസിക്കലി അവർ എനിക്കൊന്ന് പീസ്ഫുള്ളായിട്ടാണ് പുള്ളീനെ കൊണ്ടുപോയത്. ബട്ട് ദെൻ പുള്ളി ഇപ്പോൾ കറൻ്റ്ലി അണ്ടർ അറസ്റ്റാണ്, അല്ലെങ്കിൽ അവരുടെ അണ്ടർ ഒബ്സർവേഷനിലാണ്. പുള്ളീനെ തിരിച്ച് UK എത്തിക്കണം എന്നാണ് UK ഡിമാൻഡ്. ഒരു സൈഡ് പറയുന്നത് ഇല്ല, US സിറ്റിസൻസ് ആണ്, പുള്ളി കൺവിക്റ്റഡ് അല്ല, അപ്പോൾ പുള്ളി വിസിറ്റ് വന്നേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ പുള്ളിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു ഡിബേറ്റ് ഉണ്ട്. മറ്റേ സൈഡ് പറയുന്നില്ല, പുള്ളിക്ക് ഇത്ര അലിഗേഷൻ സംഭവമുണ്ട്. സോ പുള്ളി ഒരു ക്രിമിനലാണെന്ന് ഓൾറെഡി പറയുന്ന ആൾക്കാർ തന്നെ ഉണ്ട്. ഓൾദോ ലീഗലി ഇതുവരെയായിട്ട് ഒരു കേസും പുള്ളിയുടെ പേരിൽ കൺവിക്റ്റഡ് അല്ല, പുള്ളിക്ക് ഇതുവരെയായിട്ടും പ്രൂവൺ അല്ല പുള്ളി പറയുന്ന സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊരു ഹോട്ട് ടോപ്പിക്കാണ്, ഒരു ഹോട്ട് ഡിബേറ്റാണ്. നമ്മൾ എവിടെയാണ് അലൈൻ ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ ഇതിൽ. അപ്പോൾ ടോപ്പ് ജി ഫാൻസ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റിൽ പറഞ്ഞറിയിക്കുക, അല്ലെങ്കിൽ വീഡിയോ തീരുമ്പോഴത്തേനും നിങ്ങളുടെ ഒബ്സർവേഷനിലെ ഒപ്പീനിയൻസ് പറഞ്ഞറിയിക്കുക. ഇനി ആൻഡ്രൂ ടേറ്റ് എന്നുള്ള പേര് കേൾക്കാൻ പറ്റില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതും കമൻറ്റിൽ പറഞ്ഞറിയിക്കുക. എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പുതിയ അപ്ഡേറ്റ് ട്രേഡ് ബ്രദേഴ്സിനെ കുറിച്ച് തോന്നുന്നത്? ഇത് എന്തെങ്കിലും ഈ പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും റിലവൻ്റ് ആയിട്ട് അവരുടെ കാരണങ്ങളുണ്ടായിട്ടാണോ? ഇപ്പോൾ ഇത് പുതിയ കേസാണ് എനിക്കൊന്ന് UK. അപ്പോൾ എന്താ തോന്നുന്നത്? മേ ബി വൈശാഖിന് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവർ പിടിച്ചേക്കുന്നതും മുന്നത്തെയും എല്ലാം റിലേറ്റഡ് ആണ്. അതിൻ്റെ ബാക്കിയായിട്ടാണ് തോന്നുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മൊത്തം 2 പേരുടെ കൂടെ പേരിൽ എന്തോ 52 or 60 ചാർജസ് ഉണ്ട്. അതും സെക്ഷൽ അസോൾട്ടും റേപ്പും മാത്രം 2 പേരുടെ കൂടെ പേരിൽ. അപ്പോൾ അത് സ്റ്റിൽ ഇതുവരെ പ്രൂവൺ അല്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനിടാൻ കാരണം ഇപ്പോൾ ഈ ജാക്ക് നീൽ പോഡ്കാസ്റ്റ് പുള്ളിക്കാരനൊരു വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മെയിൽ ഷൂട്ട് ചെയ്തത്. സോ അപ്പോൾ അത് പുള്ളി പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ റിലീസ് ചെയ്യേണ്ട, ഇതുപോലെ എപ്പോഴെങ്കിലും ആവശ്യം വരും അന്നേരം മാത്രമേ വീഡിയോ റിലീസ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഇപ്പോൾ റിലീസ് ചെയ്തേക്കുന്നത്. സോ അപ്പോൾ അതിൽ പുള്ളി ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കാര്യങ്ങളില്ല. അപ്പം എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഇതുപോലെ വന്നിരുന്ന് പറയുക, അതായത് ഫുള്ളി വേറെ ഒന്നിനുമല്ല, ആ ഗവൺമെൻറ്റിനെയും റൊമേനിയൻ ഗവൺമെൻറ്റിനെയും UK ഗവൺമെൻറ്റിനെയും ഫുള്ളി കറപ്റ്റ് ആണെന്നുള്ള രീതിയിൽ വന്നിരുന്ന് പറഞ്ഞു പുള്ളി ഇതുപോലെ എവിഡൻസ് നിർത്തുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിയെ പിന്നെ പിടിച്ച് ജയിലിലിടുന്നതെന്ന്. സോ ഇപ്പം നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എപ്സ്റ്റീൻ ഫയൽ ഇറങ്ങി. സോ അപ്പോൾ അതിൽ ഒത്തിരി പേരുടെ പേരുണ്ടായിരുന്നു. പക്ഷേ അവരാരും വന്നിട്ട് ഇതുപോലെ സ്വന്തം ഭാഗം പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നില്ലല്ലോ. എത്ര പേര് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പുള്ളി ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറഞ്ഞതൊരു 10 വർഷമായി കാണില്ലേ ഈ പുള്ളിയുടെ പുറകിലുള്ള അലിഗേഷനും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ട്. എനിക്ക് 7-6 വർഷമായി. ഓക്കെ. സോ അപ്പോൾ അത്രയും വർഷത്തിൽ ഇതുവരെ ഒരു കാര്യം പോലും പ്രൂവ് ചെയ്തിട്ടില്ല, അലിഗേഷൻ ഒഴിച്ചല്ലാണ്ട്. ഒരു സൈഡിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് അറിയാം, പുള്ളി നമ്മുടെ ഈ ദൃശ്യത്തിലെ മോഹൻലാലിനെ പോലെ പുള്ളിക്ക് അറിയാം എന്നാലും പിടിക്കപ്പെടുന്നു. അപ്പോൾ പിടിക്കപ്പെടുന്നതിന് മുമ്പ് പുള്ളി ഇതുപോലെ മെട്രിക്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ പിന്നെ പിടിച്ച് കഴിയുമ്പോഴത്തേന് ഇതിനു വേണ്ടിയാണ് പിടിച്ചതെന്ന് പറയാനാണ് ഒരു സൈഡിൻ്റെ ആർഗ്യുമെൻറ്റ്. അതിൽ നിങ്ങൾ എത്ര ശതമാനം വിശ്വസിക്കുന്നുണ്ട്? ഇല്ല, അത് പോസിബിളാണ്. പക്ഷേ അപ്പോൾ പുള്ളി അത്രയും ബുദ്ധിമാനാണ് നമ്മൾ പറയേണ്ട വരും പുള്ളി അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ അവിടെ ആലോചിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ബട്ട് സ്റ്റിൽ പുള്ളി ഇപ്പോൾ വന്നിരുന്നു പറയുന്നതും എനിക്കെതിരെ തെളിവില്ലെന്ന് പറയുന്നത്. കാരണം ഇതുവരെ ആരും തെളിവ് സബ്മിറ്റ് ചെയ്തിട്ടില്ല. അതായത് ഈവൻ എനിക്ക് തോന്നുന്നു കുറേ പെണ്ണുങ്ങളെന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഈവൻ കുറേ പേര് വന്ന് പറയുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല നമുക്കങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ അപ്പം ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളി പറയുന്നത് ഇതെല്ലാം ഒരു NGO ഫണ്ടഡ് പരിപാടിയാണ്. സോ അപ്പോൾ അതിൽ ഒരു ഒറ്റ പെണ്ണാണ് ഇത് പുള്ളിക്കെതിരെ പറഞ്ഞേക്കുന്നത്. പക്ഷേ ആ പെണ്ണിനെ ബാക്ക് ചെയ്യുന്നത് NGO ആണ്. അവിടെയുള്ള ഒരു ആളുടെ പേരും പുള്ളി എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരിയാണ് ഇവർക്ക് കാശ് കൊടുക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പുള്ളിയുടെ ഉണ്ട്. പക്ഷേ പുള്ളിയുടെ ട്രയൽ ഡിസംബറിലാണ്. പുള്ളി പറയുന്നത് ട്രയൽ വരെ പുള്ളി കാണുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതിന് മുന്നേ പുള്ളിയെ കൊന്നുകളയാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ പുള്ളി പിന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് പണ്ട് പറഞ്ഞിട്ടുള്ളത്, അതും നമുക്കറിയില്ല അതെന്താ സംഭവം. പക്ഷേ പുള്ളി പറഞ്ഞത് ട്രയൽ ഡിസംബറിലാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇനിയും ആ ട്രയലിൻ്റെ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്തു പോകും 1 വർഷത്തേക്കോ അങ്ങനെ എന്തോ. അപ്പോൾ അതുവരെ പുള്ളിയുടെ ഭാഗം പ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. മനസ്സിലായോ? പുള്ളിയുടെ ഭാഗം പ്രൂവ് ചെയ്യണമെങ്കിൽ ട്രയൽ നടക്കണം, എന്നാലേ ലോയേഴ്സിന് പോയി സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇതെല്ലാം കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അത് നടക്കുന്നില്ല. ചാർജസ് പക്ഷേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക പുള്ളിക്കെതിരെ. എന്നിട്ട് അതിൻ്റെ ബേസിൽ പുള്ളി പിടിച്ച് ജയിലിൽ ഇടുന്നുണ്ട്. ബെൻസ് ഭായ് ഇതിലെവിടെയാണ് അലൈൻ ചെയ്യുന്നത്?
എനിക്കത് പുള്ളിയുടെ ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗവൺമെൻറ്റാണ്. പുള്ളിയെ ഈസി ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാവുന്നേ ഉള്ളൂ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ സ്റ്റിൽ അവർക്ക് പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? അതായത് അപ്പോൾ അവരുടെ കയ്യിൽ വയർ ടാപ്പ് ഉണ്ടെന്ന് പറയുന്നു. അവൻ സംസാരിക്കുന്ന മെസ്സേജസ് ഉണ്ട്, വയർ ടാപ്പ് ഉണ്ട്, വോയിസ് മെസ്സേജ് ഉണ്ട്, എല്ലാ അത്രയും ഡിജിറ്റൽ എവിഡൻസ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ജഡ്ജി അത് തള്ളിക്കളയണമെങ്കിൽ അത്ര സ്ട്രോങ് അല്ല. ഒന്നെങ്കിൽ എവിഡൻസ് അത്ര സ്ട്രോങ് അല്ല, ഗവൺമെൻറ് തന്നെ അത്ര സ്ട്രോങ് എവിഡൻസ് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? എന്നിട്ടും നിൽക്കുന്നില്ല കോർട്ടിൽ. അതിൻ്റെ അർത്ഥം പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടായി, എനിക്കറിയത്തില്ല ചെയ്തിട്ടുണ്ട്, നമ്മളിപ്പോൾ ഒന്നും പറയാറായിട്ടില്ല ചെയ്തിട്ടുണ്ടോ ഇല്ല, എനിക്ക് തോന്നുന്നില്ല കൊടുക്കാൻ നോക്കുന്നതാണ്. പക്ഷേ ഇത്രയും അലിഗേഷൻസ് കേസ് ഉണ്ടെന്ന് പറയുന്നു. UK ഗവൺമെൻറ് ആൻഡൈറ്റ് ആയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് UK ഇത് ക്യാമ്പയിൻ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത്രയും ഗവൺമെൻറ് ഇറക്കിയിട്ടും പുള്ളിയെ ജയിലിലിടാൻ പറ്റുന്നില്ലെങ്കിൽ പുള്ളിയുടെ ഭാഗത്ത് തെറ്റില്ലായിട്ടായിരിക്കും എന്നെനിക്ക് അല്ല, പുള്ളി ജയിലിലിട്ടു ഓൾറെഡി. പുള്ളി 4 മാസത്തെ ജയിലിലിട്ടു, പിന്നെ 3 വർഷം ഹൗസ് അറസ്റ്റിലിട്ടു. അങ്ങനെ എന്തോ 4 മാസം ജയിലിലിട്ട് കൺവിക്റ്റഡ് ആയിട്ടല്ല, അല്ലല്ല ഒബ്സർവേഷനിൽ ലൈക്ക് ആ ഒരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്താണ്. പക്ഷെ ഇപ്പോൾ ബെൻസ് ഭായ് പറഞ്ഞ ഒരു സംഭവം, അതായത് ഇപ്പോൾ ബെൻസ് ഭായ് പറഞ്ഞു കോർട്ട് പുള്ളിയെ ഡിസലോ ചെയ്തെന്നുള്ള കാര്യം പറഞ്ഞു. അതായത് പ്രൂവൺ അല്ല, ബട്ട് സ്റ്റിൽ പുള്ളിയോട് പറഞ്ഞ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു എന്താ പറയുക, കുറച്ച് ടെററാണ്, നിന്നെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ നിനക്കെതിരെ തെളിവും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഇങ്ങനൊരു സാധനം ഉള്ളതുകൊണ്ട് നിന്നെ പുറത്തു വിടാനും പറ്റത്തില്ല, അതുകൊണ്ട് ഹൗസ് അറസ്റ്റിൽ കിടക്കണമെന്നാണ് ആദ്യത്തെ കേസിൽ പറഞ്ഞത് പുള്ളിക്കെതിരെ. പക്ഷെ അതും എനിക്കറിയില്ല. അത് ഷൈന എവിടെ ഇതിൽ സ്റ്റാൻഡ് ചെയ്യുന്നത്? ഞാനാണെങ്കിൽ പഴയ നമ്മുടെ ദിലീപിൻ്റെ കേസ് അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇയാൾ എത്ര നല്ല മനുഷ്യരാണെങ്കിലും ചീത്തയാണെങ്കിലും ഇന്നസെൻറ്റ് അണ്ടിൽ പ്രൂവൺ ഗിൽറ്റി എന്ന് എനിക്ക് പറയുള്ളൂ. പുള്ളി എത്ര ചീത്ത മനുഷ്യൻ എന്തോ ആയിക്കോട്ടെ, പക്ഷേ പുള്ളിക്കെതിരെ എവിഡൻസും ഇല്ല, ഒന്നുമില്ലാതെ പുള്ളിയെ പിടിച്ച് ജയിലിട്ട് കഴിഞ്ഞാൽ എനിക്കത് അത്ര അക്സെപ്റ്റബിൾ അല്ല. പക്ഷേ പുള്ളി തെറ്റുകാരനാണെന്ന് എവിഡൻസ് ഒക്കെ പുറത്ത് വന്ന് തെളിയിക്കാൻ പറ്റുവാണെങ്കിൽ 100% അയാൾ എതിർക്കുക തന്നെ ചെയ്യും. സത്യം ആരും പുള്ളി സപ്പോർട്ട് ചെയ്തില്ല, ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല, ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല. ഇതുപോലെ അലിഗേഷൻസ് മാത്രം പുറത്തു പോകുന്നു, ഒന്നും പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. വിക്ടിംസ് വരെ കുറേ പേര് പുറത്തു വന്ന് പറഞ്ഞു ഇതുപോലെ ഞങ്ങൾ ഇതൊന്നും ശരിക്കും നടന്നിട്ടുള്ളതല്ല, ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചാണെന്ന് കുറേ വിക്ടംസ് തന്നെ പറഞ്ഞു. ആദ്യം ഉണ്ടായിരുന്ന വിക്ടംസ് ഒക്കെ പറഞ്ഞു. ഇപ്പം പിന്നെ പുതിയ കുറേ കേസുകൾ വന്നിട്ടുണ്ട്. ഒരു 34 കേസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഇവർക്കെതിരെ. ഈ റേപ്പും സെക്സ് ട്രാഫിക്കിങ്ങും മറ്റേ പുതിയ കേസ് വന്നിട്ടുണ്ട്. പഴയ വിക്ടംസ് കുറേ പേര് പിരിഞ്ഞു പോയതിന്ന്. പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനെ കേസുകൾ ഇങ്ങനെ വാരിയിട്ടുകൊണ്ടിരിക്കുക, പുതിയ കേസും പുതിയ കോർട്ട് ഹിയറിങ്സും എല്ലാം ഇങ്ങനെ ഇട്ടിട്ട് അയാളെ ഫൈനാൻഷ്യലി ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇയാൾക്കാണെങ്കിൽ മില്യൺസ് ആൻഡ് മില്യൺസ് ഡോളർ ഉള്ളതുകൊണ്ട് ഇയാളിങ്ങനെ പിടിച്ചിരിക്കുന്നു. പക്ഷെ ഒരു ഇത് കഴിയുമ്പോൾ ഇയാളുടെ ഇതും എല്ലാം തീരും, അന്ന് മിക്കവാറും ഇയാളെ പൂട്ടും. പുള്ളി പറഞ്ഞത് ഓപ്പോസിറ്റ് ഉള്ളത് 11 ലോയേഴ്സാണ് ഓപ്പോസിറ്റ് ഉള്ളത്. അതിൽ കൂടുതലും ഗവൺമെൻറ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ലോയേഴ്സാണ്. സോ അപ്പം പുള്ളി പറഞ്ഞത് ഇതിൻ്റെ മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് പുള്ളിയുടെ യൂണിവേഴ്സിറ്റിയാണെന്ന് പറയുന്നത്. പുള്ളിക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്, എന്തുവാ പ്രത്യേകിച്ച് UK എന്നൊക്കെ. സോ അപ്പോൾ അവിടെ സ്കൂളിലൊന്നും പിള്ളേർ പോയി പഠിക്കുന്നില്ല. ഇവർ നോക്കുമ്പോൾ അവിടെ പഠിച്ചിട്ട് കാര്യമില്ല, പക്ഷേ പുള്ളിയുടെ യൂണിവേഴ്സിറ്റി കയറി പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെയുള്ള കേസ്. സോ അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ്റിന് പുള്ളിയോട് പ്രശ്നം കൂടുതലും. അവർ മെയിനായിട്ട് പുള്ളിയോട് പറയുന്നത് നിൻ്റെ സ്കൂൾ അടച്ചു പൂട്ട്, നിനക്ക് $50 മില്യൺ സെറ്റിൽമെൻറ്റ് തരാം, അത് വെച്ചിട്ട് പുള്ളി പറഞ്ഞത് എനിക്ക് വേണമെങ്കിൽ $50 മില്യൺ മേടിച്ചിട്ട് എനിക്ക് മിണ്ടാണ്ട് വല്ല മലയിലും പോയി താമസിക്കാം. പക്ഷേ അങ്ങനെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന അലിഗേഷൻസ് എല്ലാം ശരിയാണെന്ന് വിചാരിക്കും. കാരണം ഒരു കള്ളം മറയ്ക്കാനുള്ളവന് എന്തായാലും വന്നിട്ട് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ അപ്പോൾ അതാണ് പുള്ളിയുടെ പാർട്ട് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് കേൾക്കുമ്പം ശരിയാണ്, പുള്ളി പറയുന്നത് ഇത്രയും സ്ട്രെസ്സും കാര്യങ്ങളും എനിക്ക് തരുന്നു, പക്ഷേ സ്റ്റിൽ ഇത് തന്നെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ അത് ഡിസേർവിങ് ആണോ എന്നൊക്കെ ചോദിച്ചു. അതും ഇതിപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യുന്നത് പുള്ളി മാത്രമല്ലല്ലോ, എത്രയോ പേര് ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളിയെ മാത്രം എന്തുകൊണ്ടാണ് പുറമേ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം അവർക്ക് ത്രെറ്റ് ഉണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ. അതെ, ഇപ്പോൾ റേപ്പും സെക്സ് ട്രാഫിക്കും ഒക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ പുറത്ത് കിടപ്പുണ്ട്, കുറേ പേരൊക്കെ രാജ്യങ്ങൾ ഭരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെയൊക്കെ ആദ്യം പിടിച്ചകത്തിടണം. അല്ലാതെ ഈ പുള്ളിയെ മാത്രം ഇതൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ ഇയാളെ മാത്രം എന്തിനിങ്ങനെ പുറം നടക്കുന്നു? ഇയാൾ പിന്നെ ഇതിൻ്റെ പുറമേ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കും, എല്ലാവർക്കും എതിരെ സംസാരിക്കും, ഉള്ള കാര്യം ഉള്ളതായി തുറന്നു പറയുന്ന ഒരാളാണ്, അങ്ങനെ ഒരാളാണ്. അതുകൊണ്ടും കൂടെ ആയിക്കൂടെ ഇയാൾക്കെതിരെ എല്ലാ ഗവൺമെൻറ്റും, ഇപ്പോൾ US ഗവൺമെൻറ്, UK ഗവൺമെൻറ്, റൊമേനിയൻ ഗവൺമെൻറ്, കുറേ ഗവൺമെൻറ്റുകൾ ഇയാളുടെ പുറകെ നടക്കുന്നത്. ഈവൻ US ഗവൺമെൻറ്, ഫ്ലോറിഡയുടെ ഗവർണർ ഈ വർഷം തുടങ്ങിയപ്പോൾ ഫെബ്രുവരിയിൽ എന്നാണ് പറഞ്ഞായിരുന്നു പോലെ ഡിസാൻറ്റിസ് പറഞ്ഞായിരുന്നു, ടേറ്റ് ബ്രദേഴ്സ് ഇവിടെ വെൽക്കം അല്ല, അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിടിച്ചകത്തിടുന്നു. പക്ഷെ അത് കേട്ടിട്ട് പുള്ളി എന്തിനാണ് വീണ്ടും ഫ്ലോറിഡയിലോട്ട് പോയത് എനിക്ക് മനസ്സിലാകാതെ. പുള്ളി ഇന്നുപോലെ നേരത്തെ ഓൾറെഡി പറഞ്ഞായിരുന്നു നിങ്ങളിങ്ങോട്ട് വരണ്ട, നിങ്ങളിവിടെ വെൽക്കം അല്ല, വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അത് കേട്ടിട്ട് പുള്ളി ഫ്ലോറിഡയിൽ പോയതിനർത്ഥം എനിക്ക് മനസ്സിലാകാത്ത. കറക്റ്റ് സമയത്ത് റൊമേനിയൻ ഗവൺമെൻറ് അവരുടെ ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ എടുത്ത് മാറ്റി. ഇത്രയും കാലമൊക്കെ ഫ്ലൈ ചെയ്യാനുള്ള അനുവാദമില്ലായിരുന്നു, അതെടുത്ത് മാറ്റുന്നു, അവർ നേരെ ഫ്ലോറിലോട്ട് വരുന്നു, പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു എല്ലാം.
കറക്റ്റായിട്ട് തന്നെ ഇയാൾ ഈ മെട്രിക്സിന്റെ കാര്യങ്ങളൊക്കെ പറയാതെ അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെ പറയാതെ ഈ പറഞ്ഞ എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ ചെയ്യുമായിരുന്നെങ്കിൽ ഒരു നോർമൽ ആളെ പോലെ ഐ മീൻ നോർമൽ ഇതുപോലെ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ തള്ളി വിട്ടാനേ. ഐ മീൻ ആരും പുള്ളിയെ ഒരു ഗവൺമെന്റ് പുള്ളിയുടെ പുറകെ പോകുമെന്ന് തോന്നുന്നില്ല. പുള്ളി എല്ലാവരെയും കൂട്ട് ഓക്കെ പുള്ളി അങ്ങനെ തന്നെയാന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഗവൺമെന്റ് പുറകെ പോയത് കൊണ്ടായിരിക്കാം. അതെ, കുറേ കാര്യങ്ങൾ പുള്ളി എക്സ്പോസ് ചെയ്തു, ആർക്കും അറിയാതെ കുറേ കാര്യങ്ങൾ പുള്ളി എക്സ്പോസ് ഒക്കെ ചെയ്തു. അത് കുറേ പേർക്ക് അത്ര പിടിച്ചിട്ടുണ്ടാവില്ല. പുള്ളി സമ്മതിച്ചിട്ടുണ്ട് പുള്ളിക്ക് ഒരു വെബ് ക്യാം സ്റ്റുഡിയോ ഉണ്ടായിരുന്നുള്ള കാര്യം പുള്ളി സമ്മതിച്ചു. അതാർക്കും ഇല്ലാത്ത ഒരു പക്ഷെ പുള്ളി ഇപ്പോൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അമേരിക്കയിൽ ഒള്ളി ഫാൻസ് ലീഗലല്ലെന്നാണ് പുള്ളി ചോദിക്കുന്നത്. അത് ലീഗൽ ബിസിനസ്സും ആയിരുന്നു ആ സമയത്ത് പുള്ളി ചെയ്തപ്പോഴാണ് ഇത് ലീഗൽ ബിസിനസ് ആയിരുന്നു. പുള്ളി ജസ്റ്റ് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പുള്ളി എന്താ ചെയ്തത്, കുറേ പെൺകുട്ടികളെ സ്വന്തമായിട്ട് ചെയ്യുന്നു. പുള്ളി ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്തു, കുറേ പെൺപിള്ളേർ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ ചെയ്യണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ പഠിപ്പിച്ചു. ഒരു ഷെയർ പുള്ളി വെച്ചു, ഒരു ഷെയർ അവർ ചെയ്തു. അത് ഇല്ലീഗൽ ബിസിനസ് അല്ല. ഓൾദോ മോറലാണോ അല്ലയോ നമുക്ക് വേണ്ടി ഡിബേറ്റ് ചെയ്യാം. ഓക്കെ, മോറലാണോ ഇമ്മോറലാണോ, പക്ഷേ അത് ആ കൺട്രിയിൽ അത് ലീഗലായിരുന്നു. റൊമാനിയയിൽ അത് ലീഗലായിരുന്നു, ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ്. പുള്ളി അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി, അതിൽ നിന്ന് പുള്ളി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇപ്പോൾ പുള്ളി അത് ചെയ്യുന്നില്ല. പുള്ളി അത് തന്നെ ഈവൻ കോളേജിൻ്റെ കേസിലും പറഞ്ഞത്. പുള്ളി പറഞ്ഞത് പുള്ളിക്ക് എന്താ ഒരു ഇയറിൽ 350 മില്യൺ എന്തോ ടേൺ ഓവർ ഉണ്ടായിരുന്നു ആ കോളേജ് മാത്രം എന്നാണ് പുള്ളി പറയുന്നത്. അതായത് $50 ഒരു മാസം മേടിക്കുന്നത്. പുള്ളി പറയുന്നത് വേൾഡ് വൈഡ് മൊത്തം എത്ര 250,000 സ്റ്റുഡൻസ് എന്തോ പുള്ളിക്ക് അത്ര ആയായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് ഗവൺമെൻറ് ഈവൻ അവരുടെ വെബ്സൈറ്റ് വരെ ഹാക്ക് ചെയ്തു, കോളേജിൻ്റെ ഡൊമൈനൊക്കെ എടുത്തു കളഞ്ഞു. സോ അത് കഴിഞ്ഞപ്പോൾ പുള്ളി ഇപ്പോൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇപ്പോൾ കൂടുതൽ പൈസ ചിലവാക്കുന്നത് ഇവരുടെ കോളേജ് ഗവൺമെൻറ് ഹാക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഇതുപോലുള്ള ഹാക്കേഴ്സിനും പിന്നെ എന്താ പറയുക സൈബർ സെക്യൂരിറ്റിക്കും വേണ്ടിയാണ്. സോ അപ്പോൾ പുള്ളി പറഞ്ഞ് ഇത്രയും വലിയൊരു അറ്റാക്കാണ് എനിക്കെതിരെ നടക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് നിങ്ങൾക്ക് ആലോചിക്കാമെന്നല്ലേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ടൊരു ഗുസ്തി കൂടാൻ പോയി എന്നൊക്കെ പ്രായം കുറഞ്ഞ ആളുമായിട്ട്. സോ അപ്പം ഞാനും മെൻ്റലി ഒട്ടും സ്റ്റേബിൾ അല്ല, പക്ഷേ ഇത് ഞാൻ ഡിസേർവിങ് ആണോ എന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പക്ഷേ ഞാൻ പുള്ളിയുടെ റീസെൻറ്റ് പോഡ്കാസ്റ്റ് കുറേ കണ്ടായിരുന്നു. അപ്പോൾ അത് അതിൽ മെയിനായിട്ട് എനിക്ക് എടുത്തു പറയാൻ തോന്നിയെന്ന് വെച്ചാൽ പുള്ളി സംസാരിക്കുന്ന രീതി. അത് ആ ഒരു പോഡ്കാസ്റ്റ് കാണുവാണെങ്കിൽ നമ്മൾ ഓർക്കും ഇത് എങ്ങനെ പുള്ളി ഒറ്റ ഇരിപ്പിൽ എങ്ങനെ ഈ സ്റ്റോറി ഇങ്ങനെ ഇത്രയും നന്നായിട്ട് നെറേറ്റ് ചെയ്തെന്ന്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ ഓർത്തു അത് പുള്ളി എന്താണ് പ്ലാൻഡ് ആണോ കുറേ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഇട്ട് പറഞ്ഞാണെന്ന്. കാരണം പുള്ളിയെ നറേറ്റ് ചെയ്യണ വേ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി. സ്റ്റോറി ലൈനിലെല്ലാം പറയുന്നുണ്ട്, ഈ സമയത്ത് ഇത് കടന്നു, ഈ സമയത്ത് എനിക്ക് ഇത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, എൻ്റെ കോളേജ് ഈ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്, ഐഡിയ എങ്ങനെയാണ് വന്നത്, ലൈക്ക് ഒരു സംഭവം വിട്ടുപോകുന്നില്ല. എന്നുവെച്ചാൽ ഒരു 10 തവണ ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത് വന്ന പോലെയാണ് പുള്ളി അത് പറയുന്നത്. പക്ഷെ അത് അതെങ്ങനെയാണ് പുള്ളി പറഞ്ഞതെന്ന് അറിയത്തില്ല. പക്ഷേ എനിവേസ് ആ സ്റ്റോറി ഭയങ്കര ഡീറ്റെയിൽഡ് ആയിരുന്നു. പുള്ളിയുടെ ഫുള്ള് പോയിന്റ് ഓഫ് വ്യൂ പുള്ളി പറയുന്നുണ്ട്. ഒരു ആസ് എ വ്യൂവർ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ സാധാരണ ജീവിതം ജീവിക്കുമ്പോൾ ഒരു മില്യനറിൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, പുള്ളിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. നമ്മളെല്ലാവരും പറയും ഈ പൈസയ്ക്ക് ഇത്രയും പൈസ നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലൈഫിലൊരു പ്രശ്നമില്ല, നമുക്ക് എന്ത് വേണേലും ചെയ്യാം, നമുക്ക് ലൈഫിലുള്ള എന്ത് വേണേലും ചെയ്യാം. അവിടെയാണ് പുള്ളിയുടെ ഈ ഒരു പോഡ്കാസ്റ്റ് വരുന്നത്. പുള്ളി അതിലൊരു എക്സാമ്പിളും പറയുന്നുണ്ട്. നമ്മളൊരു രാജാവിൻ്റെ പൊസിഷനിൽ ഇരിക്കണമെങ്കിൽ നമ്മുടെ തലയുടെ മേളിലൊരു കത്തി എപ്പോഴും ഉണ്ട്. വേറൊരാൾക്ക് ആ കത്തി കാണാൻ പറ്റത്തില്ല. ആ ഒരു പൊസിഷനിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ് ആ കത്തി നമ്മുടെ തലയിൽ വരത്തുള്ളൂ. അപ്പോൾ ആ കത്തിനെ പറ്റി പുള്ളി പറയുന്നുണ്ട്. ആ ഒരു പൊസിഷനിൽ എടുത്തിട്ട് പുള്ളി മെട്രിക്സിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പുള്ളി പറയുന്നത് അതൊക്കെയാണ് റീസൺ. അപ്പോൾ അതിൻ്റെ പുറകിൽ എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിവേസ് ആ ഒരു പോഡ്കാസ്റ്റ് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പോഡ്കാസ്റ്റാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് സാധാരണക്കാർക്കൊക്കെ കുറച്ചുകൂടെ എന്താ പറയുക, നമ്മൾ വേറൊരു ലോകത്തെ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ബില്യനേഴ്സിൻ്റെ ലൈഫ് എങ്ങനെയാണെന്ന് നമുക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും. പുള്ളി ഫൈറ്റ് ചെയ്യുന്ന എന്തൊക്കെ പവറായിട്ടാണ് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഗ്രോസറി മേടിക്കുന്നു, ജോലിക്ക് പോകുന്നു, നമ്മുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു വ്യൂ. അതും പുള്ളി നറേറ്റ് ചെയ്ത് ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു അതിൽ. സോ അതിൽ ഇപ്പോൾ ആ ഒരു സംഭവം മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ പുള്ളിയുടെ നറേഷൻ എന്ന് വെച്ചാൽ പുള്ളിയുടെ ഏറ്റവും വലിയ സ്കില്ലും അതാണല്ലോ. പുള്ളി ഇത്രയും ഫേമസ് ആവാനും കാരണം അതാണ്. പുള്ളിക്കുള്ള എബിലിറ്റി ടു അത് സ്ക്രിപ്റ്റഡ് ഒന്നും പുള്ളിയുടെ മനസ്സിലുണ്ടാകും. കാര്യം പുള്ളി അത്രയും കാൽക്കുലേറ്റ് ചെയ്യുന്ന പിന്നെ വേൾഡ് ക്ലാസ് ചെസ് പ്ലെയർ ആണ്. പക്ഷേ പുള്ളിക്ക് അറിയായിരിക്കും, പുള്ളി 100% അറിയാം പുള്ളിക്ക് എങ്ങനെ ഏത് സീക്വൻസിൽ പറയണമെന്ന്. പക്ഷേ പുള്ളിയുടെ ഏറ്റവും വലിയ എബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ നറേഷനാണ്. ഞാൻ ഇതുവരായിട്ട് ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിനെ പുള്ളി ഇത്ര അടിപൊളിയായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഡിബേറ്റ് ചെയ്യുന്ന കണ്ടല്ലോ. പുള്ളി ലൈവായിട്ട് PS മോർഗൻ സംസാരിക്കുന്ന നമ്മൾ കണ്ട. അപ്പോൾ അതിലൊന്നും സ്ക്രിപ്റ്റഡ് അല്ല. അപ്പോൾ പുള്ളിയുടെ എബിലിറ്റി ടു നറേറ്റ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് വേറെ ലെവലാണ്. അതുകൊണ്ടാണ് പുള്ളി ഇത്രയും ഫേമസും ആയത്. അപ്പം അത് പുള്ളിക്ക് അറിയായിരുന്നു അതെങ്ങനെ ചെയ്യുന്നുള്ളത്. പിന്നെ പുള്ളി എനിക്കൊന്ന് ഈ സംഭവം പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നെങ്കിൽ എന്തെങ്കിലും എന്നെ ജയിലിൽ പിടിച്ചിട്ട് ഇത് പോസ്റ്റ് ചെയ്താൽ പുള്ളിക്കും വ്യൂ കിട്ടും, പുള്ളിക്ക് നല്ല എല്ലാവർക്കും നല്ലത്. അതും പുള്ളിയുടെ ഒരു മുൻകൂട്ടി കാർഡിൽ തന്നെ സംഭവമായിരിക്കണം. പക്ഷേ ഇതിലെനിക്കൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ചിലപ്പോൾ പുള്ളി ഇത് 10 വർഷം കഴിഞ്ഞിട്ട് തന്നെ ഇങ്ങനെ എൻ്റെ കേസ് പൊങ്ങി വരും, അപ്പോൾ ഞാനിത് ചെയ്യാനാന്ന് ഓർത്തിട്ട് കഴിഞ്ഞൊരു 6-7 വർഷമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ
അതിൽ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി 10 വർഷം മുമ്പ് പുള്ളി കുറ്റങ്ങൾ ചെയ്തു, എന്നിട്ട് പുള്ളി അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞൊരു 7 വർഷമായിട്ട് പുള്ളി ഇതിനു വേണ്ടി ചെയ്യേണ്ട അത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. പുള്ളി ഇതൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെയൊന്നും സംസാരിച്ചില്ലായിരുന്നു, പുള്ളിക്ക് കേസൊന്നും വരത്തില്ല. കാര്യം 10 വർഷം മുമ്പ് കടന്ന. അപ്പോൾ ഈ 10 വർഷം മുമ്പ് കടന്നപ്പോൾ ആ കേസ് ഒന്നും അന്ന് വരാത്ത പുള്ളി ഇത് തന്നെയാണ് മറ്റേ റെഫറൻസ് മറ്റേ ഡിഡിയുടെ കാര്യം പറയുന്നത്. ഡിഡിക്കെതിരെ ഉണ്ടായിരുന്നുള്ള പ്രൂഫ് ഗവൺമെന്റിന്റെ കയ്യിൽ 10 കൊല്ലം മുന്നേ ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴാണോ പുള്ളിയുടെ റിലവൻസ് പോയത് അന്നേരമാണ് ഇത് പുറത്തു വിടുന്നതും പുള്ളി അറസ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ആൻഡ്രൂ ടേറ്റിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ രോക്ഷം കൊണ്ട് കയറുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്നും ആലോചിക്കണം. എന്തുകൊണ്ട് ഈ ഒരു കേസ് എന്ന് പറഞ്ഞ സംഭവം, ഈ പണ്ട് ചെയ്ത കേസ് എന്തിനാണ് ഇപ്പം പൊങ്ങി വരുന്നത്? ഈ പുള്ളി സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേനും പുള്ളി അപ്പോൾ അന്നൊന്നും പ്രശ്നമില്ലായിരുന്നു, അന്ന് പുള്ളി പൈസ ഉണ്ടാക്കുന്നുണ്ടെന്ന് ആർക്കും പ്രശ്നമില്ലായിരുന്നു, വെബ് ക്യാമോ എന്ത് വൃത്തിയോട് കാണിച്ചാലും ഒരു കുഴപ്പമില്ലായിരുന്നു. അതൊന്ന്. രണ്ടാം സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു കേസ് റിലേറ്റഡ് ആണെങ്കിൽ ഇപ്പോൾ ഇത് 7 വർഷമായിട്ട് ഇനി നീണ്ടു പോവുക. ആദ്യം കുറച്ച് കേസ് വന്നു, ആ ഒരു പെൺകുട്ടിയുടെ കേസ് വന്നു, അതിലൊന്നുമില്ല. അതിലെനിക്ക് വന്നാൽ ഇപ്പോൾ പുള്ളി തിരിച്ച് സ്യൂ ചെയ്യാൻ പോകുന്നല്ലേ പറയുന്നത്, അതിലൊന്നും ആയില്ല. അത് കഴിഞ്ഞിട്ട് വേറെ കേസ് വന്നു. ഇപ്പോൾ 59 ചാർജുകളുള്ളത്. ഇനി ഇതെല്ലാം ചാർജുകളാണ്. റൊമേനിയയിൽ പുള്ളിക്ക് ഇതുണ്ട്, UK പുള്ളിക്കുണ്ട്, പിന്നെ എനിക്കൊന്ന് വേറെ ഏതൊരു സ്ഥലത്തും കൂടി പുള്ളിക്ക് ഇതിൽ എല്ലാം റൈറ്റ്. എല്ലാ ഗവൺമെൻറ്റും ഒരുമിച്ച് പുള്ളിക്കെതിരെ ഇതെല്ലാം, അതും ഗവൺമെൻറ് എന്താണ് ഇത്ര ഇൻട്രസ്റ്റ്? ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം എന്ന് വെച്ചാൽ പുള്ളിക്കെതിരെ ഒരു കേസ് ഉണ്ടായിട്ട് ബാക്കി കണ്ടുപിടിക്കാൻ നോക്കുമല്ല. പെൺപിള്ളേരെ വിളിക്കുന്നു, ചോദിക്കുന്നു നിങ്ങൾക്ക് ആൻഡ്രൂ ടേറ്റ് എന്തെങ്കിലും ശിക്ഷ. എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? ആൻഡ്രൂ ടേറ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ സംഭവം എന്തിനാണ് കണ്ടുപിടിക്കാൻ നോക്കുന്നത്? ഉള്ളവർ വന്ന് പറയട്ടെ. വന്ന് പറഞ്ഞത് ഓൾറെഡി നമ്മൾ ആദ്യത്തെ കേസ് കണ്ടായിരുന്നു. അത് ഇതുവരെയായിട്ട് അവർക്ക് എനിക്ക് തോന്നുന്നത് കേസ് ഇല്ല എന്നല്ല അവർ പറഞ്ഞ്, ആ കേസിന് വേണ്ടി പോലീസ് കുറേ തെറ്റായിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. കാര്യം ഇവർ ക്യാഷ് സംഭവം കൊണ്ടുപോയി ഇങ്ങനെ സംഭവം ഇല്ലീഗലായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത മെത്തേഡുകളൊക്കെ ഉപയോഗിച്ച് പുള്ളിയെ കണ്ടുപിടിക്കാൻ സ്റ്റിൽ പ്രൂവണും അല്ല. പക്ഷേ പോലീസ് ഇത്രയും മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ കേസ് ആദ്യം മുതൽ നിങ്ങൾ വീണ്ടും നോക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു വിട്ടു. ഈ സമയം കൊണ്ട് പുള്ളിക്ക് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ പേര് കുറേ പേർക്ക് എഗെയിൻ ഒന്നും റിസർച്ച് ചെയ്യാത്ത ആൾക്കാർക്ക്, ഈ ക്ലിപ്പ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മാത്രം കണ്ടവർക്ക് പുള്ളിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ബാക്കിയൊന്നും കേൾക്കണ്ട. പുള്ളി കുറേ ഡീഫെയിമായി, പുള്ളിക്ക് കുറേ പുള്ളിയുടെ എന്താ പറയുക ഒരു പീക്ക് വന്നത് അത്രയും പീക്ക് പോയി. ഇപ്പോൾ ചില ആൾക്കാർ ഈവൻ കൺസർവേറ്റീവ് സൈഡാണെങ്കിലും ലിബറൽ സൈഡാണെങ്കിലും പുള്ളിനെ ഹേറ്റ് ചെയ്യുന്ന ആൾക്കാർ രണ്ട് സൈഡിലും ഉണ്ടായി. അപ്പോൾ അത് പുള്ളിക്കൊരു അതായിരിക്കും എനിക്ക് തോന്നുന്നു ആ ഒരു ഉദ്ദേശമാണെങ്കിൽ. ഇനിയിപ്പോൾ പുള്ളി എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില ആൾക്കാർ എന്തായാലും കേൾക്കാൻ പോകുന്നില്ല. ആൻഡ്രൂ ടേറ്റിൻ്റെ വായി വന്നിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു ചിലപ്പോൾ അവർക്ക് വേണ്ടത്. പുള്ളിയുടെ ആ ഒരു സ്ലാൻഡറിങ് സംഭവങ്ങൾ, പിന്നെ വീട്ടിലിപ്പോൾ പുള്ളിക്ക് ലീഗൽ നടക്കുന്നുണ്ടെങ്കിലും ചില സംഭവങ്ങൾ പുള്ളി പറഞ്ഞുവിടാന്നുണ്ട്. അപ്പം അങ്ങനെയും കുറേ ലോക്ക് പുള്ളിയുടെ മേത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിതിൽ വേറൊരു ആംഗിൾ തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഡ്രൂ ടേറ്റിൻ്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഇത്രയും സ്മാർട്ട് ഒരാളെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ ഇത് തന്നെ പുള്ളി സംഗീത് പറഞ്ഞു എന്തുകൊണ്ട് ഇത്രയും പ്ലാൻ ചെയ്ത് വെച്ചെന്ന്. എനിക്ക് തോന്നുന്നു ഈ സംഭവമൊക്കെ പുള്ളിക്ക് ഇഷ്ടമാണ്. ഇന്നവേ പുള്ളി ഇങ്ങനത്തെ ഒരാളാണ്, പുള്ളിക്ക് ഈ ഒരു ഫൈറ്റ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് പുള്ളി ഇത് ചൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒരു നല്ല ഗുണമുണ്ട്. കാര്യം ഇത് പുള്ളി ജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് അതിന് വലിയ ഇതൊന്നുമില്ല. ഈ കേസ് ഫുള്ള് ടേക്ക് ഡൗൺ ചെയ്തു. ഗവൺമെൻറ് ഫൈനലി പറയുവാണ് ഓക്കെ പുള്ളി ഇന്നസെൻ്റ് ആണെന്ന് എന്തെങ്കിലും പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിൽ പുള്ളി ഇവന് ഒരു പ്രസിഡന്റായിട്ട് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് എനിക്ക് തോന്നുന്നില്ല അത്രയും പ്രശ്നം ഉണ്ടാകുന്നത്. സോ അത്രയും വലിയ റിസ്ക്കാണ് പുള്ളി എടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ പുള്ളി ചോദിച്ചു വാങ്ങിച്ചൊരു ഫൈറ്റ് തന്നെയാണ്. പിന്നെ പുള്ളിയുടെ DNA അങ്ങനെയാണ്, പുള്ളിയുടെ വയറിങ് അങ്ങനെയാണ്. പുള്ളി അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. പുള്ളിക്ക് ഫൈറ്റ് ഇഷ്ടമാണ്. പുള്ളി അവിടെ നിന്ന് ഫൈറ്റ് ഒരു പ്രൊഫഷണൽ ഫൈറ്ററായിരുന്നു, വേൾഡ് ക്ലാസ്. ആ ഫൈറ്റ് കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത ഫൈറ്റ് പുള്ളിക്ക് ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പുള്ളി ഇതൊന്നും എന്താ പറയുന്നത് മേഴ്സിക്ക് വേണ്ടിയല്ല പുള്ളി ചെയ്യുന്നത്. പുള്ളി ഇതൊക്കെ പുള്ളിക്ക് ഒരു സൈഡിൽ പുള്ളിക്ക് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി കംപ്ലയിൻറ്റ് ചെയ്യുമ്പോഴും ഒരു സൈഡിൽ പുള്ളിക്ക് ഇത് ഇഷ്ടമാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ പുള്ളിയുടെ ലൈഫ് അത്ര ഇൻട്രസ്റ്റിംഗ് ആകത്തില്ലെന്ന് പുള്ളിയും തോന്നുന്നൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിക്കുന്നത്. അപ്പോൾ കണ്ടറിയാം എങ്ങനെ പോകുന്നത്. പക്ഷേ അറ്റ് ദിസ് പോയിന്റ് എനിക്കിപ്പോൾ ഈ സമയം പോകുന്തോറും ഇനിയിപ്പോൾ ഓരോന്നോരോന്ന് വരുമ്പോഴത്തേനും എനിക്ക് അത്രയും വിശ്വാസം കുറഞ്ഞു വരും. കാര്യം ഇതുവരെയായിട്ടും ഒന്നിലും പുള്ളി കൺവിക്റ്റഡ് അല്ല. US നിന്ന് കൊണ്ടുവന്ന സംഭവമാണെങ്കിലും ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല. കാരണം ഇപ്പോൾ ഗവൺമെൻറ് പറയണില്ല US സിറ്റിസണാണ് ആൻഡ്രൂ ടേറ്റിന് എന്താ ഉണ്ടെന്ന് പറഞ്ഞാൽ ഓൾറെഡി കുറേ കറുത്ത മഷിയുള്ള ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ അടുത്ത ഒരു സംഭവം കൂടി വരും. സ്വന്തം ബേസിൽ കുറേ പുള്ളി ആൻഡ്രൂ ടേറ്റിന് ഇഷ്ടമില്ലാത്ത കൺസർവേറ്റീവ്സ് കുറേ പേരുണ്ട്. അപ്പോൾ പുള്ളിക്ക് പറയാനും പറ്റില്ല ഈ ആൻഡ്രൂ ടേറ്റിനെ കൊണ്ടുപോകലെന്ന്. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് തോന്നുന്നു അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ കൊണ്ടുപോയി ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ തടയാൻ പോകുന്നില്ല എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പക്ഷേ ആൻഡ്രൂ ടേറ്റിന് ഒരു നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു ട്രംപ് പ്രസിഡൻ്റ് ആവാനും. കാര്യം പുള്ളി ആ സമയത്ത് കുറേ പുള്ളിക്ക് വേണ്ടി സംഭവങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട്. ഈവൻ പുള്ളി കറൻ്റ്ലി ഈ പുള്ളിയുടെ ഞാൻ ഇച്ചിരി മുമ്പത്തെ ഒരു പോസ്റ്റ് നോക്കുമ്പോഴാണെങ്കിൽ പുള്ളി ട്രംപിനെയൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. കാര്യം ട്രംപിൻ്റെ ഒരു വലിയ ഫാനാണ് പുള്ളി ഫാനായിട്ടുള്ള എനിക്ക് തോന്നുന്നു 2 പേരെന്ന് വെച്ചാൽ ഒന്ന് ട്രംപ് ഒന്ന് എലോൺ മസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളി സോ അങ്ങനെ ഇഷ്ടമുള്ള ഒരാളുമാണ്. അപ്പോൾ കണ്ടറിയാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഇവൻ പുള്ളിക്കൊരു എനിക്കൊന്ന് ഹോപ്പ് ഉണ്ടായിരുന്നു ട്രംപ് ഓഫീസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും ബെനിഫിറ്റുകൾ ഉണ്ടാവുമെന്ന്. ഇതുവരായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും പുള്ളി ഇതിലായിട്ടും ട്രംപിൻ്റെ എതിർഗൻസ്റ്റ് ഒന്നും ഇതിലായിട്ടും സംസാരിച്ചിട്ടില്ല. ഇല്ല, അതൊരു ഈ കഴിഞ്ഞ ദിവസം പിയേഴ്സ് മോർഗൻ്റെ ഒരു തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ടായിരുന്നു മറ്റേ ട്രംപിൻ്റെ ഏതൊരു സെക്രട്ടറി ആൻഡ്രൂ ടേറ്റുമായിട്ട് സംസാരിച്ച ഒരു അവരേതൊരു കോൺഫറൻസിൽ എന്തായിരുന്നു സംസാരിക്കുന്ന ഒരു സാധനം. പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഹെൽപ്പ് ഒബ്വിയസ്ലി ഉണ്ട് പുള്ളിയുടെ കേസിൽ. ഇപ്പോൾ ഈവൻ അതുകൊണ്ടാണ് എക്സ്ട്രഡേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈവൻ അമേരിക്ക ഇവിടെ തന്നെ വെക്കണമെന്ന് പറയുന്നതെന്ന്. അമേരിക്ക വെക്കണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഡയറക്റ്റ്ലി ചെയ്യില്ല എന്നാണ് എനിക്കൊന്ന് ആ ഒരു സ്റ്റാൻഡിൻ്റെ കാര്യം പറഞ്ഞു. അവർക്ക് വേണമെങ്കിൽ കൊടുക്കാം. കാരണം ഡ്യുവൽ സിറ്റിസൺഷിപ്പ് UK US
എനിക്കൊന്ന് കൂടുതൽ കേസും അവിടെയുള്ള UK അപ്പം വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ എനിക്കൊന്ന് അവർ പറഞ്ഞത് നമ്മളായിട്ട് ചെയ്യില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം, അങ്ങനെ എന്തോ സെറ്റപ്പില്ല. പക്ഷെ എനിക്കൊന്നു പുള്ളിയുടെ ലോയറും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കേസിലാണെങ്കിൽ എനിക്കൊന്ന് ഇവിടെ തന്നെ ഒരു 6 മാസം കിടക്കാനാണ് ചാൻസ് ഉണ്ട് US ഇനി ഒരു 6 മാസം കൂടെ. അപ്പോൾ എനിക്കൊന്ന് ഡിസംബർ എന്തോ ആവും. ട്രയൽ അപ്പോഴായിരുന്നു വരായിരുന്നത്, പക്ഷേ അതിനി എക്സ്റ്റെൻഡ് ആയി പോകും. അതിനി ഒരു ചിലപ്പോൾ അവർ 6 മാസം ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അതിനി ഒരു വർഷം കൂടെ കഴിയുന്നു. സോ അപ്പോൾ എനിക്കൊന്ന് പ്രോബബ്ലി ഇനി പുള്ളിക്ക് സൂ ചെയ്യാനൊന്നും പറ്റില്ല, മറ്റേ ആദ്യം കൺവിക്ട് ചെയ്ത കേസ് വന്ന ആ പെണ്ണിനെ ഇപ്പോൾ അടുത്തൊന്നും. പിന്നെ ഒരു കേസ് എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു സാധനം പുള്ളി പറഞ്ഞത്, അതായത് ഈ ട്രിസ്റ്റിനെതിരെ വന്നൊരു അലിഗേഷൻ ഒരു യോഗ ടീച്ചറിൻ്റെ അടുത്ത്. സോ അപ്പോൾ അതിൽ ബേസിക്കലി അവരുടെ ചാറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുള്ളി ആ യോഗ ടീച്ചറിൻ്റെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഏത് സമയത്താണ് അവൈലബിൾ എന്ന് ചോദിച്ചപ്പോൾ സമയം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ അവർലി എത്രയാണ് ചാർജ് ചെയ്യുന്നത്, അപ്പോൾ ചാർജ് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ സാറ്റർഡേ ഈ സമയത്ത് നമുക്ക് സ്കെഡ്യൂൾ ഫിക്സ് ചെയ്യാമെന്ന്. സോ അപ്പോൾ ഇതായിരുന്നു ചാറ്റ്. പക്ഷേ അപ്പോൾ കേസ് പോയത് പുള്ളി മറ്റേ യോഗ ഇൻസ്ട്രക്ടറിനെ അസോൾട്ട് ചെയ്യാൻ നോക്കി. എന്നിട്ട് പറഞ്ഞിട്ട് ഒരു ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ട്, ആ ട്രാൻസ്ക്രിപ്റ്റിൽ ഈ ചാറ്റ് മാത്രം. ഈ ചാറ്റ് ഇപ്പം നോർമലി വായിക്കുന്നവർക്ക് എന്താണെന്ന് മനസ്സിലായത്. പക്ഷേ അത് കഴിഞ്ഞ് എനിക്കൊന്ന് ആ പുള്ളിക്കാരി വന്ന് പറഞ്ഞെന്ന് തോന്നുന്നു, അവർ യോഗ ഇൻസ്ട്രക്ടറാണ്, അവരുമായിട്ടുള്ളൊരു ഇത് ചെയ്ത് അല്ലാണ്ട് അവർക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊന്ന് ഇവർ അപ്രോച്ച് ചെയ്തപ്പോൾ പറഞ്ഞത് ഇതാണ് ചാറ്റ്. പക്ഷെ ഇത് പുറമേ നോക്കുന്നവർക്ക് എന്താന്ന് പോലും മനസ്സിലാവില്ലല്ലോ. സോ അപ്പോൾ നാളെ ഇപ്പോൾ ലെറ്റ്സ് പുറത്തു വരുവാണ്, പുള്ളി ചെയ്തേക്കുന്നതിൽ ഒരു സംഭവം പുറത്തു വരുന്ന മേ ബി ഒരു 16 വയസ്സുള്ള പെൺകുട്ടിയായിട്ട് അവർ സെക്ഷുവലി ഇൻവോൾവ് ആയി. പക്ഷേ കൺസെൻഷ്യലി എന്ന് പറയുമ്പോഴത്തേനും നിങ്ങളുടെ ഒപ്പീനിയൻ മാറുമോ? നിങ്ങൾ എന്ത് തോന്നുന്നു അതിനെക്കുറിച്ച്? 16 ഇച്ചിരി കുറവല്ലേ? പക്ഷെ അങ്ങനെയും ചെയ്തിട്ടുള്ള പുള്ളി അപ്പം വന്നിട്ടിരുന്ന് ഇത്രയും ന്യായീകരിച്ചത് എനിക്കൊരു പ്രശ്നമാവും. കാരണം പുള്ളിക്കെതിരെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിട്ട് നമുക്ക് ആ പറയുന്ന ആ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കൺവിൻസ് ആവും. കാരണം ഒരാൾ ഇത്രയും ധൈര്യത്തോടെ വന്നിരുന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല, അതും ഇത്രയും വേൾഡ് ക്ലാസ് ചാനലിലൊക്കെ വന്നിരുന്നുണ്ട്. അത് ഒന്നും രണ്ടും അല്ല. പക്ഷേ അത് പുള്ളി പ്രൂഫ് ഇല്ലാന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. ഏതാ അതാ പറഞ്ഞത്. സോ അങ്ങനെ പ്രൂഫ് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രൂഫ് ഇല്ല, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗവൺമെൻറ് ആൾക്കാരെ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുക നിങ്ങൾക്ക് കേസുണ്ടോ അത്. സോ അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ ഓൾറെഡി പ്രൂവ് ആണ്. സോ അങ്ങനെയുള്ള കേസിൽ എനിക്കറിയില്ല എന്തുമാത്രം പുള്ളി പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഇതുപോലെ വല്ലതും വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പുള്ളീനെ കുറച്ച് നാളത്തെ ഞാൻ ഈ ഓൺലൈനിൽ കണ്ടും പുള്ളിയുടെ സംഭവങ്ങളൊക്കെ കണ്ട് എനിക്ക് തോന്നുന്നത് മേ ബി ഇതിൻ്റെ എൻഡിൽ ഒരു സംഭവം മേ ബി ഇതൊന്നും ഉണ്ടാവും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി ഒരു 16 വയസ്സുള്ള 15 വയസ്സുള്ള 1, 2, 3 പെൺപിള്ളേർക്ക് ചിലപ്പോൾ അവരുടെ ഇഷ്ടപ്പറയാം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവലിലുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പൈസയും ഉണ്ട്, കുറേ ഇൻഫ്ലുവൻസ് ഉണ്ട്, കുറേ ഇതുണ്ട്. കുറേ പേര് ആഗ്രഹം ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ ഒരു ഭാഗമാകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യം നമ്മൾ ഇവിടെ ഇരുന്നപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മോറലി തെറ്റാണ്. കാര്യം 15-16 വയസ്സെന്ന് വെച്ചാൽ കുഞ്ഞു പിള്ളേരാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുഞ്ഞു പിള്ളേരാണെന്ന് തോന്നുന്നില്ലാത്ത അല്ലെങ്കിൽ അങ്ങനത്തെ പെൺകുട്ടികൾ ഉണ്ട്. ഓൾദോ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് 16 വയസ്സാണോ ഇല്ല 18 വയസ്സാകുമ്പോൾ വീക്കെൻഡ് ഒക്കെ എന്ന് പറയേണ്ടത്. പക്ഷേ മേ ബി അങ്ങനെ ഓൾദോ ഇപ്പം നിലവിൽ ഒരു എന്താ പറയുക പ്രൂഫും സംഭവമൊന്നും നിലവിലില്ല, പ്രൂവണമല്ല. പക്ഷെ അങ്ങനെ ചിലപ്പോൾ ഒരെണ്ണം വരാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഏതോ ഒരു പുള്ളി, എനിക്കറിയത്തില്ല പുള്ളിയുടെ പേരാന്ന്, ഇതുപോലൊരു പുള്ളിയുടെ ഫുൾ ലൈഫ് ഡിസ്ട്രോയ് ആയിപ്പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പണ്ട് എന്തോ ഇതുപോലെ ഒരു 16-17 വയസ്സുള്ള പെൺകുട്ടിയായിട്ട് സെക്ഷലി ഇൻവോൾവ് ആയെന്നുള്ള ഇതിലാണ് അതിൽ. പക്ഷേ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി കൺവിക്റ്റഡ് അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളീനെ ക്രിമിനലി ചെയ്യാൻ പറ്റില്ല. കാര്യം അവർ അങ്ങനെ ഏർപ്പെട്ട സ്ഥലത്ത് 17 വയസ്സ് ലീഗലായിരുന്നു. പക്ഷേ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാരുടെ മനസ്സിൽ പുള്ളിയോടുള്ള ആ ഒരു ഇമേജ് പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16 വയസ്സുള്ള നിങ്ങൾ എന്താ കാണിച്ച് ഞങ്ങൾക്ക് മക്കളുണ്ട് ആ ഒരു സംഭവം. പക്ഷെ അതെന്ന് വെച്ചാൽ ഒരു ലെവലിൽ അതൊക്കെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടം ഇവരുടെ ഇഷ്ടം ആ ഒരു സംഭവം എന്ന് വെച്ചാൽ ആ ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം 16 വയസ്സിലെ അവർ തമ്മിൽ ഇഷ്ടമായിരുന്നു സംഭവം എങ്ങനെ പറയുന്നുള്ളതാണ്. പക്ഷേ ഓൾദോ ലീഗലി ഇത് വർക്കത്തില്ല. മേ ബി അറ്റ് ദി എൻഡ് ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അന്ന് 16-17 വയസ്സുള്ള കുട്ടീനായിരുന്നു സംഭവം ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും പറയാൻ സാധ്യതയുണ്ട്. ഇവരുടെ പ്രൊഫൈലും അങ്ങനെയാണല്ലോ. കാര്യം ഇവർക്ക് ഒരു വർഷത്തിൽ എത്ര പെൺകുട്ടികൾ ഇവർ കാണുന്നുണ്ടെന്ന് ഇവർക്ക് പോലും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഡിഫെയിം ചെയ്യാൻ പറ്റും. ബട്ട് ദെൻ സ്റ്റിൽ എനിക്കറിയത്തില്ല. അതൊക്കെ ഇത് 6-7 വർഷം കഴിഞ്ഞിട്ട് ഇത് കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ട് അത് അറ്റ് ദിസ് പോയിന്റ് എനിക്ക് ഭയങ്കര ഒബ്വിയസ് ആണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താണ് അവർ ചെയ്യാൻ നോക്കുന്നത്. അവർ പുള്ളിയുടെ ഡിഫെയിമും സംഭവം ചെയ്യാൻ നോക്കുവാണ്. പുള്ളിക്കും അത് ഇഷ്ടമാണ്, പുള്ളി ആ ഫൈറ്റ് ആയിട്ട് എടുത്തതെന്നാണ്. അറ്റ് ദി എൻഡ് എങ്ങനെ വരും എന്നുള്ളത് കാണാം. പുള്ളിക്കും ഒരു ഫൈറ്റ് ഇഷ്ടപ്പെടുന്ന ആളാണ്. സോ അതാണ് എൻ്റെ ഇതിൻ്റെ ടേക്ക്. ഇതിൻ്റെ ഇപ്പോൾ നിങ്ങൾ ആൻഡ്രൂ ടേറ്റ് എന്നുള്ളൊരു ബ്രാൻഡിന് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ദേഷ്യം വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും സ്റ്റിൽ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് ഇത്രയും 6 വർഷത്തെ ഈ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഈ ടൈമിൽ ഞങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ നിങ്ങൾക്ക് പോയി റിസർച്ച് ചെയ്യാം, നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ലൈക്ക് ഇത് ആക്ച്വലി കറക്റ്റാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും നിങ്ങൾക്ക് മറ്റേ സൈഡും തോന്നുന്നുണ്ടോ? അത്രയും നിങ്ങൾ ഇത്രയും ഹേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ, ഇനി ഹേറ്റ് ചെയ്യുന്ന ആളല്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു സ്റ്റിൽ
ഞങ്ങൾ മിസ് ചെയ്ത് എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ അതൊക്കെ കമൻറ്റിൽ പറഞ്ഞറിയിക്കുക. എനിക്കറിയത്തില്ല ആൻഡ്രൂ ടേറ്റ് എത്ര റിലവൻറ്റ് ടോപ്പിക്കാണ് കേരളത്തിൽ നിന്നൊക്കെ, എന്നാലും നിങ്ങളുടെ സൈഡ് പറഞ്ഞറിയിക്കുക. വി വുഡ് ലവ് ടു ലിസൺ.